ഒരു ദിവസം ഈ കടയിൽ എത്ര ചായ എത്ര കടിയുമ്പോ ഉണ്ടാവും ചേച്ചി? ഒരു ദിവസേ ഈ കടയിൽ എത്ര ചായ എത്ര കടിയുമ്പോ? 100 ചായ. ഇത്ര കാലം നിങ്ങൾ പറഞ്ഞ പോലത്തെ മൂഞ്ചി തുറഞ്ഞ ബിസിനസ് ഐഡിയ അല്ലേ അത്? പുതിയൊരു ബിസിനസ് ഐഡിയ വന്നിട്ടുണ്ട്. 100 രൂപയ്ക്ക് തുടങ്ങാൻ പറ്റിയതാ. 100 രൂപയ്ക്ക് നമ്മള് ഗപ്പിനെ വേണം കുറച്ച് പറയണേക്ക്. ഈ ഗപ്പിനെ പാറ്റി വിറ്റ് കഴിഞ്ഞാൽ 1000 രൂപ കിട്ടുന്നു. 1000 രൂപയ്ക്ക് എന്ത് ചെയ്യും? 1000 രൂപയ്ക്ക് ട്രിപ്പ്. 1000 രൂപയ്ക്ക് ഓൾഡ് മങ്ക് വേണ്ട. നിങ്ങൾ വെറുതെ തല വയ്ക്കണ്ട. 1000 രൂപയ്ക്ക് നമ്മൾ കുറച്ച് വാഗ വരാല്ല വാങ്ങിട്ട് എന്റെ വീണ്ടും അവിടുത്തെ കുളത്തിലിടും. അവിടെ തന്നെ പിള്ളേർ ചൂണ്ടിയിടും. പിന്നെ നീറ്റാക്കിണ്ട് അവിടെ. അന്നൊരു കാര്യം പറട്ടെ, നിന്റെ വീടിന്റെ ബാക്കിൽ ഒരു കുളം ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അച്ഛന്റെ റംബൂട്ടാന്റെ പാലിടാം. അത് കുഴപ്പമില്ല. രാത്രി ഓരോന്ന് വെച്ച് നിന്നെ ഐസായിട്ട് ചൂണ്ടിട്ട് പിടിച്ചാ എനിക്കറിയാട്ടാ. പിടിക്കും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിന്റെ ലാഭം എത്രയായി? 10000 രൂപ. ഇനി നമ്മൾ എന്ത് ചെയ്യും പറ? ട്രിപ്പ് പോവാം. ഓ എന്റെ പൊന്നളി, അത് മെല്ലെ പോവാം. ഈ 10000 രൂപയ്ക്ക് നമ്മൾ ഈ കോൾപ്പടവ് ലീസിന് എടുക്കണം. അവിടെ കുറച്ച് കരിമീനും കൊഞ്ചും രോഗും കട്ട്ലയും ഒറ്റടിക്ക് ലാഭം 1 ലക്ഷം. 1 ലക്ഷത്തിന് പടക്കം നനഞ്ഞ പൊട്ടാണ്ടിരിക്കണം മഴക്കാലത്ത്. എടാ 1 ലക്ഷത്തിന് നമ്മൾ 5 പോത്തുകുട്ടികൾ വാങ്ങിയിടും. അത് വലുതായി കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് 1 ലക്ഷം വെച്ച് 5 എണ്ണത്തിന് 5 ലക്ഷം രൂപ. അപ്പൊ കിട്ടുന്ന ചാണകത്തിന്റെയും പാലിനും കാശ് എക്സ്ട്രാ. പോത്തിന് പാലാ? പാല് കാരണം പൈസ കൊടുത്തോട്ടെ. ചാണകത്തിന് ലോൺ അടക്കേ. 5 ലക്ഷത്തിന് നമ്മളൊരു ബോട്ടായിട്ട് ഉൾക്കടലിലേക്ക് പോണു. ഒറ്റടിക്ക് വല നിറയെ മീനുകളായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നു. ഒറ്റടിക്ക് ലാഭം 15 ലക്ഷം. 1 2 3 4 5 6 ഇനി ട്രിപ്പ് പോകാൻ പറ്റൂ? 5 ലക്ഷക്ക് സഫ അടയ്ക്കാൻ തരും. ഓ മണ്ടത്തരം പറയല്ല അളിയാ. ഈ 15 ലക്ഷത്തിന് നമ്മൾ 3 ബോട്ട് വാങ്ങി 3 പേരും കടലിലേക്ക് പോയ ലാഭം എത്രയായി? പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഛർദ്ദിക്കാൻ വരും. ഒരു 5 രൂപയുടെ നാരങ്ങി ഒരു ഇട കവർ വെട്ടി കുറച്ചുകൊണ്ടേല് ഒറ്റയടിക്ക് ലാഭം 45 ലക്ഷം. നമ്മൾ പിടിച്ചോണ്ടിരുന്ന മീൻ ഈ മീൻകാർക്ക് വിൽക്കാൻ കൊടുത്തിട്ട് ലാഭം തന്നെ അവർക്ക് കൊടുക്കണേ. നമ്മൾ 45 ലക്ഷത്തിന് കേരളത്തിന് അങ്ങോട്ടും ഇങ്ങ് വരെ 10 ഫിഷ് കപ്പ് ഇടും. ഹണി റോസിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം. എങ്ങനെയുണ്ട്? മതി ആള് കൊടുക്കോ? പിന്നെ ഫിക്സ്. അപ്പൊ ലാഭം 1 കോടി രൂപ. 1 കോടിക്ക് എത്ര പൂജ്യണ്ട്? വേണ്ട, 1 CR നേതാ. എല്ലാം കഴിഞ്ഞ് ജീവിതം ആസ്വദിക്കാമെന്ന് കരുതിയാൽ ഒന്നുകിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും, അല്ലെങ്കിൽ മരണം. സിനിമയ്ക്ക് കൊണ്ടുകൂടാ. എന്തിനു നമ്മൾ മറ്റുള്ളവരുണ്ടാക്കിയ സിനിമ കാണണം? ഈ 1 കോടിക്ക് നമുക്ക് അങ്ങോട്ടൊരു സിനിമ എടുത്തോടെ. ഒറ്റടിക്ക് ലാഭം. അപ്പൊ നോക്കിയേ, 10 കോടി രൂപ. ഈ 10 കോടി 3 വിഭജിച്ച് അങ്ങോട്ട് തരും. ബുദ്ധി എൻ്റെ ആയതുകൊണ്ട് 4 കോടി എനിക്ക് 3 നിങ്ങൾ എന്താ വെച്ച് ചെയ്തോ. പിന്നെ കോടിപതി ആയതുകൊണ്ടേ നല്ല കിളിന്ത് വെമ്പിളരെ കിട്ടും. ഒരു 10 കോടിയെങ്കിലും സ്ത്രീധനം കിട്ടും. ഇതിനൊക്കെ വേണ്ടത് നമുക്ക് 100 രൂപ. 100 രൂപ തരുമോ? 100 രൂപ നമ്മൾ ചായ കുടിച്ചേ? തളവടന്നില്ലേ 100 എന്തിനപ്പോ ചെയ്തപ്പോ ഇത്ര കാര്യം? 5-6 തളവട. ബിസിനസ്